ഇപ്പൊ എന്താ പറ്റിയെന്ന് അന്ന് സാർമാരത്തെ എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ, എന്റെ പപ്പാക്ക് വയ്യാത്തേ ആണോ. അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലോട്ട് എത്തേണ്ടുന്ന ഒരു വീഡിയോ ആണ്. കേരള ഒട്ടാകെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ്. ഇനി ഒരാൾക്കും കേരള പോലീസിലെ ഗുണ്ടകൾ കാരണം ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടാവാൻ പാടില്ല. എല്ലാ പോലീസുകാരെയും കുറിച്ചിട്ടല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ ഈ ഒരു സേനയിൽ കാക്കിയിട്ട ചില ഗുണ്ടകളുണ്ട്. ഇവരുടെ ഗുണ്ടായിസം കാരണം ഇനി ഒരാൾക്കും ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടാവാൻ പാടില്ല. ഒരാളുടെയും ജീവൻ ഇവർ കാരണം നഷ്ടപ്പെടാൻ പാടില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലം കുണ്ടറയിൽ ഈ കഴിഞ്ഞ 16-ാം തീയതി സിയാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഒരു മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വഴി ഒരു തെളിവുമില്ലാതെയാണ് ഈ ഒരു വ്യക്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വഴി വണ്ടിയിൽ വെച്ചിട്ട് വളരെ മൃഗീയമായിട്ട് വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചവശനാക്കി ആ മനുഷ്യന്റെ നട്ടൽ വരെ പഴുത്തു. അമ്മാതിരി നല്ല ഇടി ഇവർ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടിച്ചതിനെ തുറന്നിട്ട് 10-40 ദിവസത്തോളം കഴിഞ്ഞിട്ട് ഈ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. സംഭവം ഇങ്ങനെ ഒരു അറസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിയുടെ സിയാദ് എന്ന് പറയുന്ന ആളുടെ അയൽവക്കക്കാരനാണ് വിഷ്ണു എന്ന് പറയുന്നത്, തൻ്റെ അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ ആ ഒരു സുഹൃത്തിന്റെ മകളായിട്ടുള്ള 15 വയസ്സ് മാത്രമാണ് ആ ഒരു പെൺകുട്ടിയുടെ പ്രായം. ആ ഒരു പെൺകുട്ടിക്ക് ഒരു അനുജൻ കൂടിയുണ്ട്, 13 വയസ്സാണുള്ളത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രണയമുണ്ടെന്ന് അറിഞ്ഞതിനെ തോന്നിട്ട് തൻ്റെ സുഹൃത്തിൻ്റെ മകളായതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു വ്യക്തിനെ ആ ഒരു പെൺകുട്ടീനെ ശാസിക്കുകയുണ്ടായി. ആ ഒരു പെൺകുട്ടിക്ക് ഈ സിയാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് സ്വാഭാവികമായിട്ടും തോന്നിയിരിക്കുന്ന ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ തോന്നി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഒരു പെൺകുട്ടിയും തൻ്റെ അനുജനും കൂടെ വീട്ടിൽ വഴക്കുണ്ടായതിനെ തുറന്നിട്ട് ഈ 13 വയസ്സുള്ള അനുജനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിസ്സിംഗ് ആയതിനെ തുറന്നിട്ട് ഈ പെൺകുട്ടിയും തൻ്റെ അച്ഛനും കൂടെ ചേർന്നിട്ടാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ഈ ഒരു പെൺകുട്ടിയുടെ മൊഴി പ്രകാരം ഈ സിയാദ് എന്ന് പറയുന്ന വ്യക്തിയാണ് തൻ്റെ അനുജനെ തട്ടിക്കൊണ്ടുപോയത് എന്ന് പറയുകയും ശേഷം അങ്ങനെ ഒരു തെളിവും ഇല്ലാതെയാണ് ഈ പോലീസുകാർ വന്നിട്ട് അർദ്ധരാത്രിയിൽ നട്ടപ്പാതിരാത്രി ഒരു തെളിവ് പോലും ഇല്ലാതെ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് ആ ഒരു വ്യക്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ക്രൂരമായിട്ട് മൃഗീയമായിട്ട് മർദ്ദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിനുശേഷം ഈ വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ആ വ്യക്തിയുടെ മകളാണെങ്കിൽ ആ മർദ്ദിച്ചിരിക്കുന്ന പോലീസുകാരനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. നമുക്കെന്താണെങ്കിലും ആദ്യം അത് കേൾക്കാം. കൊല്ലം കുണ്ടറയിൽ യുവാവ് മരിച്ചതിൽ പോലീസിനെതിരെ ആരോപണവുമായി കുടുംബം. വിദ്യാർത്ഥിയെ കാണാതായെന്ന പരാതിയിൽ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച സിയാദ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റതാണ് മരണകാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മരിച്ച സിയാദിന്റെ മകളും പോലീസുകാരനും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. ആദ്യം അതിലേക്ക്. ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു, ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്ന് അന്ന് സാർമാരത്തെ എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ, എന്റെ പപ്പാക്ക് വയ്യാത്തേ ആണോ. അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നേ തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഴുത്തിപ്പോ സീരിയസ് ആയിട്ട് കിടന്ന് ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. സാറിന് ഇപ്പൊ ഓർമ്മ കാണത്തില്ല. സത്യം പറഞ്ഞ ഈ ഒരു വോയിസ് കേൾക്കുന്ന സമയത്തേക്ക് ഭയങ്കര സങ്കടം തോന്നുന്നതാണ് ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ. കാര്യം സ്വന്തം അച്ഛൻ ഇന്ന് ഈ ലോകത്തില്ല, അതിന് കാരണക്കാരനായിട്ടുള്ള ഒരുത്തനെ വിളിച്ചിട്ട് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ളവന്മാരെ എന്തിനാണ് ഈ ഒരു സേനയിൽ കൊണ്ടുവരുത്തുന്നത്? അവന് ഓർമ്മയില്ലെന്ന് പോലും. അവനെ ഇതുപോലെ നല്ല ഇടി അവനെ ഇടിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ കൊച്ചുനാളിൽ ചെയ്തത് വരെ അവനിപ്പോൾ ഓർമ്മ വരും. ഇവനൊക്കെ ഈ കാക്കി ഇട്ട സമയത്ത് കാണിക്കുന്ന ഇമാതിരി തെമ്മാടിത്തരങ്ങളല്ലാതെ ഈ കാക്കി ഊരിട്ടിയവന്മാരെ ഒന്ന് കാണിക്കണം, അപ്പം അറിയവന്മാർക്ക് വിവരം. കാക്കി ഇടുന്ന സമയത്ത് കയറുമ്പോൾ എന്ത് തണ്ടയില്ലായ്മയും കാണിക്കാമല്ലോ അല്ലേ? ഇനി ഇവന്മാരുടെ സൈഡിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ ഇത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇത് എല്ലാ പോലീസുകാരെയും കുറിച്ചിട്ടല്ല. കേരള പോലീസിലെ നല്ലവരായിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്, എനിക്ക് പേഴ്സണലി അറിയുന്ന പലരും ഉണ്ട്. അവരെ ഒന്നും ബാധിക്കുന്ന കാര്യമേ അല്ല ഇത്. അവരല്ലാത്ത ഇത് ഗുണ്ടകളായിട്ടുള്ള ഗുണ്ടായിസം കാണിക്കുന്ന കാക്കിയിട്ട ഗുണ്ടകളെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അത്തരത്തിലുള്ളവന്മാർ കാരണമാണ് ഇന്ന് ആ ഒരു സിയാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവൻ നഷ്ടമായിട്ടുള്ളത്. നമ്മൾ സംസാരിച്ചായിരുന്നു. ആ സമയത്ത് പോലീസ് പറയുന്നത്, കുണ്ടറ CI പറയുന്നത്, സിയാദിനെ 14-ാം തീയതി കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളത് ശരിയാണ്. 17-ാം തീയതി പുലർച്ചെ തന്നെ ഉച്ചയോടുകൂടി തന്നെ ഈ കാണാതായ വിദ്യാർത്ഥി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അതിനുശേഷം ഈ സിയാദിനെ വിട്ടയക്കുകയാണ്. ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് വിട്ടയക്കുകയാണ് ഉണ്ടായത്. മർദ്ദനമോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സിയാദിന് ഈ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല ന്യൂമോണിയ അടക്കമുള്ള കാര്യങ്ങൾ, മഞ്ഞപ്പിത്തം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് മരണകാരണമെന്നാണ്
പോലീസ് പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വരേണ്ടതുണ്ട്. ജൂൺ 16 തീയതി നടന്ന സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നിരിക്കുന്നത്. 40 ദിവസത്തിൽ ഏറെ ആയിരിക്കുന്നു ഈ സംഭവം നടന്നിട്ട് ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം കുടുംബം ഉന്നയിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. നിലവിൽ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പോലീസിനെതിരെ ഉണ്ടായിട്ടുള്ളത്. പോലീസിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു വ്യക്തി 40 ദിവസത്തിന് ശേഷം മരണമടഞ്ഞു എന്നുള്ളതാണ് ഈ കുണ്ട്രയിലെ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ കിടക്കുന്നില്ല ഇവന്മാര് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കുടുംബക്കാർക്ക് അത്രയ്ക്ക് പറ്റത്തില്ലേ? ഒരു കാര്യം വരുമ്പോഴത്തേക്കിന് എത്രയാന്ന് പറഞ്ഞാൽ പോലും പോലീസുകാർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. അത് പേഴ്സണലി എനിക്ക് അറിയുകയും ചെയ്യാം. അങ്ങനത്തെ പല സിറ്റുവേഷനിലൂടെ നമ്മളാണെങ്കിലും കടന്നു പോയിട്ടുണ്ട്. എത്രയൊക്കെ തെറ്റുകൾ ഇവരുടെ ഒക്കെ ഭാഗത്തുനിന്ന് വന്നെന്ന് പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അങ്ങനെയാണ്. ഇപ്പൊ ഇവരുടെ ഒരു കേസ് പറയുമ്പോഴത്തേക്കിന് ഇവർ തല്ലിയെങ്കിൽ തല്ലിയെന്ന് പറയൂ, അങ്ങനെ ഇവർ ചെയ്യൂ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കല്ലോ. അവർ തല്ലിയെങ്കിലും തല്ലിയില്ല എന്ന് തന്നെയല്ലേ പറയുള്ളൂ. ഇത് CCTV പോലും ഇല്ലാത്ത വണ്ടിക്കകത്ത് വെച്ചിട്ട് പോകുന്ന വഴിക്ക് വെച്ചിട്ടാണ് ഈ വ്യക്തിനെ ഇടിക്കുന്നത്. അപ്പോൾ CCTV ക്യാമറ ഇല്ല, ഒരു തെളിവുകളും കാണിക്കാനെ കൊണ്ട് പറ്റത്തില്ല. ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ അവരുടെ അടുത്ത് ചോദിച്ചതാണ് ആരാണ് ഇങ്ങനെ ഇടിച്ചതെന്നുള്ളതാണ് അവരുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് അവർ പറയുന്നത്, ഡോക്ടർ പറഞ്ഞു എന്നുള്ള രീതിയിൽ. ഇനിയും ഈ കുടുംബം ഇത്രയും നാളായിട്ട് പരാതിയോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല പോലീസുകാർ ഇത്രയും മർദ്ദിച്ചിട്ടും. കാരണം വേറൊന്നുമല്ല, ഈ ഒരു വ്യക്തി ഒരു സാധാരണക്കാരനാണ്. പോലീസുകാർക്കെതിരെ നമ്മളൊരു പരാതി കൊടുക്കുന്നതിൻ്റെ കാര്യത്തെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രയെന്ന് പറഞ്ഞാൽ ഇവർ ഒറ്റക്കെട്ടാണ്. പോലീസുകാർക്കെതിരെ പരാതി കൊടുക്കുമ്പോൾ ഇനി മറ്റേതെങ്കിലും കള്ളക്കേസിൽ ആ ഒരു വ്യക്തിനെ പെടുത്തുക എന്നുള്ളൊരു പേടി സ്വാഭാവികമായിട്ടും ആ ഒരു വ്യക്തിക്ക് തോന്നും. അതിനെ പറ്റിയിട്ട് അവരുടെ കുടുംബം തന്നെ പറയുന്നുണ്ട്. ഇനി അവരുടെ കുടുംബത്തിന് പറയാനുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. ആള് മാറി എന്നെ അടിച്ചുമ്മാന്ന് പറഞ്ഞു പോലീസ്. എത്ര ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, വേറൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. പക്ഷെ എൻ്റെ മനസ്സക്കമായി കിട്ടി. നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. പറഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ലല്ലോ, അവനെ വിട്ടേക്കും, അങ്ങനെ നമ്മൾ പോത്തില്ല ചോദിക്കും. എനിക്ക് പരാതി കൊണ്ട് ഞാൻ ആ പരാതി പിന്നെ എൻ്റെ മോൻ പഴുപ്പ് പോയില്ലേ ഡോക്ടർ. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ മെയിൻ ഡോക്ടറാണ് പറഞ്ഞത് മൊത്തം പഴുപ്പായി പോയെന്ന് പറഞ്ഞു. സ്റ്റേഷനിൽ വെച്ച് ഇതേക്ക് പറഞ്ഞിട്ടായി ഇടിച്ചെന്ന് പറഞ്ഞു. അവിടെയായിട്ട് നിന്നാ പറഞ്ഞു. പിറ്റേന്ന് കൊച്ചിനെ കിട്ടി. പിറ്റേന്ന് വൈകിട്ട് 4 മണിയായപ്പോൾ കൊച്ചിനെ കിട്ടി. ആ കൊച്ചും വന്ന ഇതായി കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു. അന്നേരം ഇതേക്ക് കൊച്ചിനടുത്തും പറഞ്ഞ് എന്താ അതിൽ സാർ തന്നെ പറഞ്ഞ് സിയാദ് മോനെ കാരണം ഇടിക്കുകയും ചെയ്ത് പിടിച്ചോണ്ട് വരികയും ചെയ്ത് രാത്രി എന്ന് പറഞ്ഞു. അന്നേരം അത് കഴിഞ്ഞപ്പോൾ ഇക്കാര്യം കയറി ചോദിച്ചു, സാറേ എന്നെ എന്തിനായിരുന്നു ഇടിച്ചത് എന്ന് സ്റ്റേഷനകത്ത് നിന്നുകൊണ്ടാണ് ഇക്ക ചോദിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞും ഇക്ക വെളിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു എന്നെ ഇടിച്ച് എന്തിനാന്ന് ചീത്ത വിളിച്ചിട്ടാണ് പറഞ്ഞത്. എന്നെ ചീത്ത വിളിച്ചിട്ടാണ് പറഞ്ഞത്. എന്നെ എന്തിനാ ഇടിച്ചെന്ന് എനിക്ക് അറിയണം, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. എൻ്റെ ഇക്കായ പോലീസുകാർ ഇടിച്ചത് തന്നെ, വേറെ ഒന്നുമല്ല. എൻ്റെ ഇക്കാക്ക് ഒരു അസുഖം വേറെ ഒന്നുമില്ല, ഫിക്സ് വരുമെന്ന്. പക്ഷേ കേസിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. തിരിച്ച് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞപ്പം പപ്പാക്ക് ഭയങ്കര പേടിയായിരുന്നു. വണ്ടിയിലൊക്കെ ഓടുന്നതല്ലേ, പോലീസുകാരല്ലേ, എന്തെങ്കിലും ഒരു കിട്ടിക്കഴിഞ്ഞാൽ ഒരു കള്ളക്കേസ് എന്നെ കൊടുക്കത്തില്ലേ, അന്നേരം അങ്ങനത്തെ പേടിയായിരുന്നു. കേസിൻ്റെ വഴിക്കൊന്ന് പോകണ്ട. അതുകൊണ്ടാണ് ഈ സിയാദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഫിറ്റ്സ് സംബന്ധമായിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലാതെ വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പം ഇവർ ആ ഒരു വ്യക്തിക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണെന്നും അല്ലെങ്കിൽ അത് കാരണമായിട്ടാണെന്നൊക്കെ വരുത്തി തീർക്കാനെ കൊണ്ട് ഇവർക്ക് വലിയ പ്രയാസമോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്നാണെങ്കിലും ഇനി ഇത് കഴിഞ്ഞ് പറയുന്ന മറ്റു ചില കാര്യങ്ങളൂടെ ഉണ്ട് അന്ന് ദിവസം സംഭവിച്ചതിനെ പറ്റിയിട്ട് നമുക്ക് അതുകൂടെ കേൾക്കാം. ഇപ്പം വന്നായിരുന്നു അതിൽ സാറ്, ശ്രീജിത്ത് എന്ന് പറയുന്ന സാറും പിന്നെ വേറെ ഒരു ഡ്രൈവറും വേറൊരാളും കൂടെ വന്നു കഴിഞ്ഞപ്പം വന്നപ്പോൾ പറഞ്ഞ് സിയാദ് എന്തെന്ന് ചോദിച്ചു. സിയാദ് എന്തെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തു സാറേന്ന് വെച്ചാൽ പറഞ്ഞു അത് അവനെ അന്നേരം കിടക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവനെ വിളിച്ചോണത്ത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഗുളിക കഴിച്ചിട്ട് അവൻ്റെ ഗുളിക കഴിപ്പ് നിർത്തി തരാമെന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസുകാർ അങ്ങ് അകത്ത് റൂമിൽ കയറി വന്ന് വിളിച്ചപ്പോഴത്തേക്ക് എണീച്ച് എന്തോ സാറേന്ന് ചോദിച്ചാൽ പറഞ്ഞ് നീ ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പപ്പായെ വെളിയിറക്കി നിർത്തിയപ്പോഴത്തേക്ക് അന്നേരത്തേക്ക് ഞങ്ങൾ എല്ലാവരും പറയുന്നു വയ്യാത്ത ആളാ എന്തിനാ ഇപ്പോൾ കൊണ്ടുവന്നതെന്നൊക്കെ തിരക്കിയപ്പോൾ ഒക്കെ പറയുന്നത് ഇതിപ്പോൾ നിങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ല, എന്തെങ്കിലും അറിയണമെങ്കിൽ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. ഞങ്ങൾ പപ്പായുടെ ഫോണിൽ നിന്ന് ഒരു കോൾ വരുന്നു. ഫോണൊക്കെ കൊണ്ടുപോയായിരുന്നു. അന്നേരം കോൾ വന്നിട്ട് പറഞ്ഞു ഡി നീ വേഗം പാടി എന്നെ ഇവരൊക്കെ ഇടിച്ചെന്ന് പറഞ്ഞു. പോലീസുകാർ എന്നെ ഇടിച്ച് എന്നെ റിമാൻഡ് ചെയ്യുമെന്ന് പറയുന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഇനി ഇടിക്കുമെന്ന് പറഞ്ഞു. അത് ഇപ്പോൾ ശ്രീജിത്ത് സാറ് വണ്ടി ഇട്ടാണ് ഇടിച്ചത്. അന്നേരം ആ കൊച്ചു പറഞ്ഞെന്ന് പപ്പ കേട്ടോണ്ടിരുന്നേ കൊച്ചു പറഞ്ഞെന്ന് അച്ഛനെ ഒന്നും ചെയ്യല്ലേ, ഇവനെ സിയാനെ ഇടിച്ചോളാൻ പറഞ്ഞെന്ന്. എന്നിട്ട് പിന്നെ ഞങ്ങൾ കേട്ട് എന്നിട്ട് അവിടെ ചെന്നിന്ന് അന്നേരം ഇവരങ്ങ് ശ്രീജിത്ത് എന്ന് പറയുന്ന സാറ് ഞങ്ങളടുത്ത് അങ്ങ് തോനെ ചൂടായി. എന്തിനാണ് നിങ്ങളിപ്പോൾ രാത്രി ഇങ്ങോട്ട് വന്നത്? അന്നേരം അമ്മ പറഞ്ഞ് രാത്രി കിടന്നുറങ്ങിയ ആളെ വിളിച്ചോണ്ട് പോയതല്ലേ, അന്നേരം എന്തോ കേസെന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞു. എൻ്റെ ഇക്കായ ഉറങ്ങി കിടന്നിക്കായ എൻ്റെ ഇക്കായെ പിടിച്ചോണ്ട് വന്ന് എന്തിനാന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചൂടായപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് അത് ഇവിടെ പരാതി കിട്ടി എൻ്റെ അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. ഞാൻ ചോദിച്ചു എന്തോ പരാതി, ഇത്രയും നേരം കൊച്ചിനെ തിരക്കി നടന്നതിനോ കുറ്റം ചെയ്തതെന്ന് ചോദിച്ചു, വേറെ എന്തോ ചെയ്തതെന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല അത് ഇവിടെ പാർവതി പരാതി തന്നിട്ടുണ്ട്, പാർവതി രാജാമ്മയും കൂടെ പരാതി തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് എന്തുമായാലും എൻ്റെ ഇക്കായെ കൊണ്ടുവന്ന് ശരിയായില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ദേഷിക്കുകയും ചെയ്ത് കരയുകയും ചെയ്തു. അന്നേരം സ്നേഹത്തോടെ പിന്നെ അങ്ങ് സ്നേഹത്തോടായി.
സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പറഞ്ഞ് അതിനിപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, അവൻ ഇവിടെ ഒന്നും ചെയ്യത്തില്ല. ക്യാമറയൊക്കെ കിടക്കുക, അന്നേരം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒന്നും ചെയ്യത്തില്ല. ചെയ്താലും ഈ ക്യാമറയിലൊക്കെ പതിയത്തില്ല. പിന്നെ പണ്ടത്തെ പോലീസുകാരല്ല ഇപ്പോഴത്തെ പോലീസുകാരെന്ന്. ഇല്ല, ആ വണ്ടി ഇട്ടാണ് ഇടിച്ചത്, കുണിച്ചിരുത്തി ഇടിച്ചെന്ന് പറഞ്ഞു. ഇതേണക്ക് ഇവിടെ കൊണ്ടുവന്ന് അതിനുശേഷം അങ്ങ് ഒട്ടും വയ്യായിരുന്നു, പിന്നെ കിടക്കാൻ വയ്യ. ഇങ്ങനെ നിൽക്കുന്നേക്ക, ഇങ്ങനെ നിൽക്കത്തില്ല, ചാരി കിടക്കത്തില്ല, ഉറങ്ങത്തില്ല. അത് കണക്കങ്ങ് വേദനയും വെപ്രാളവും ആയിരുന്നു. അങ്ങനെ കൊല്ലത്ത് ഡിസ്ട്രിക്റ്റിൽ പോയി അവിടെ നിന്ന് എന്താ എക്സ്റേയും സ്കാനിങ്ങും എല്ലാം ചെയ്തപ്പോഴത്തേക്ക് വാരിയലിന് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. നേരെ ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റിക്കർ കൊടുത്ത് എന്തോ മരുന്ന അത് വെച്ചിട്ട് പറഞ്ഞ് എന്താ അനക്കരുത്, ബോഡി അനക്കരുത്, എന്താ എന്തെങ്കിലും ചെയ്യരുത്, ലെൻസിലോട്ടാവുമെന്ന് പറഞ്ഞു. എന്താ മുതുകത്ത് മൊത്തം വെള്ളവും കെട്ടിയെന്ന് പറഞ്ഞു ഇടികൊണ്ട്. ആ മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അത്ര ഇടിയും കിട്ടിയിട്ട് പുറത്തോട്ട് ഇപ്പോൾ തെളിവ് കാണിക്കുമ്പോൾ പോലീസുകാരുടെ അവരുടെ കോൺഫിഡൻസ് എന്താണ്? ഇവിടെ CCTV ക്യാമറ ഇതൊക്കെ ഉള്ളതാണ്, ഇവിടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പുറത്തറിയാൻ പറ്റത്തില്ലേ? ശരിയാണ്. അപ്പോൾ അവിടെ എവിഡൻസ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർ ബുദ്ധിപരമായിട്ട് ചെയ്ത് വണ്ടിയിലിട്ടിട്ടാണ് ഇങ്ങനെ കാര്യം ഇടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവനൊക്കെ മനുഷ്യന്മാരാണോടെ? ഇവനൊക്കെ ഒരു തെളിവ് പോലും ഇല്ലാതെ പോയിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ പുറത്ത് മർഗീയം കൂടെ ചെയ്യുമ്പോഴെന്ന് പറയുമ്പോഴത്തേക്കിന് ഇവന്മാരൊക്കെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. ഇനി കേരള പോലീസിൽ ഇങ്ങനെയുള്ള ഗുണ്ടകൾ വേണ്ട, ഇത്തരത്തിലുള്ള ഏത് ഗുണ്ടകളാണെങ്കിലും ഏതവന്മാരാണെങ്കിലും അവന്മാരെ ഇതിനകത്തുനിന്ന് പിരിച്ചു വരിക, ഡിസ്മിസ് ചെയ്യുക. ഈ ഒരു കാര്യത്തിൽ നരഹത്യക്ക് ഇവനെതിരെ കേസെടുക്കേണ്ടത് തന്നെയാണ്. മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യക്ക് തന്നെയാണ് ഇവനെതിരെ കേസെടുക്കേണ്ടത്. കൃത്യമായിട്ടുള്ള നടപടി കാര്യങ്ങളൊക്കെ ഇതിനകത്തൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, പേടിപ്പിക്കുന്ന തരത്തിലോട്ട് ഇതിനകത്തൊരു നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുറന്നു പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പ്രോഗ്രാംസിന്റെ ഇടയിലാണെങ്കിൽ പോലും പോലീസുകാരിലെ ഈ കാക്കിട്ട ഗുണ്ടകൾ, നല്ലവരായിട്ടുള്ള പോലീസുകാരെ പറ്റിയിട്ടല്ല, ഈ ഗുണ്ടകൾ വന്ന് കാണിക്കുന്ന കുറെ ഗുണ്ടായുസങ്ങൾക്കെതിരെ ഇവിടെ എന്ത് നടപടിയാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിക്ക് ചെയ്യാനുള്ളത്? കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ സമയത്താണെങ്കിൽ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിലുള്ള പോലീസുകാരാണെങ്കിൽ ഒരുപാട് ഗുണ്ടകൾ ഉണ്ടായിരുന്നു. അന്ന് കൃത്യമായിട്ട് ഇവന്മാർക്കെതിരെയാണെങ്കിൽ നടപടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ തവണ ഓപ്പറേഷൻ തൂഫാന് കാര്യങ്ങളൊക്കെ ആയിട്ട് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നീക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ കാക്കിക്കകത്തുള്ള ഗുണ്ടകളെ കൂടി കണ്ടെത്തിയിട്ട് കൃത്യമായിട്ട് ഇവന്മാരെ ഈ ഒരു സേനയിൽ നിന്ന് പുറത്താക്കുകയും ഇതിന് കാരണക്കാരായിട്ടുള്ളവന്മാരെ കൃത്യമായിട്ട് അവന്മാർക്കുള്ള നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇത് ബാക്കിയുള്ളവന്മാർക്ക് കൂടെ പേടി ഉണ്ടാക്കുന്ന തരത്തിൽ വേണം അങ്ങനെ ഒരു നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ ഉണ്ട്. ഇനി ഈ നടന്ന ഈ ഒരു സംഭവത്തെ പറ്റി, ഈ ഒരു പെൺകുട്ടിക്ക് ആ ഒരു വ്യക്തിയുടെ ദേഷ്യം തോന്നാനൊക്കെ ഉള്ള കാരണത്തെ പറ്റിയിട്ട് അടുത്തുള്ള മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതുകൂടെ കേൾക്കാം. സിയാദിനൊരു 17-ാം തീയതി ഉച്ചയോടെ തന്നെ വിളിച്ചായിരുന്നു. ഇതിനൊരു എന്നെ വീട്ടിൽ നിന്ന് പോലീസുകാർ 16-ാം രാത്രി 12 മണിക്ക് പോലീസുകാർ വിളിച്ചുകൊണ്ട് പോയി. ഒരു കാര്യം തിരക്കാൻ പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോയി ഒരു പെരുമ്പഴേക്കും കേരളം വരുന്ന സ്ഥലത്തിന് ഇടയ്ക്ക് നിർത്തി ജീപ്പ് നിർത്തിയിട്ട് പുള്ളിയെ മർദ്ദിക്കുമായിരുന്നു. മർദ്ദിച്ചിട്ട് ചോദിക്കുന്നത് കൊച്ചെവിടെയാണ് പുള്ളിക്ക് ആരും അറിയത്തില്ല. അപ്പോൾ സാറേ കാര്യം പറഞ്ഞു എനിക്ക് വിഷ്ണു എന്ന് പറഞ്ഞ പയ്യൻ്റെ മകനെ നീ തട്ടിക്കൊണ്ട് പോയി പറഞ്ഞ പേര് കേസ് എന്ന് പറഞ്ഞു. അപ്പോൾ സാറേ ചെയ്തില്ല, വിഷ്ണുവിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ മകളാണ് കേസ് കൊടുത്തേക്കുന്നത്. ഈ വിഷ്ണുവിൻ്റെ മകൾ, അപ്പോൾ സിയാദ് കാര്യം പറഞ്ഞു, ഈ വിഷ്ണുവിൻ്റെ മകളും വേറെ ഭയങ്കര റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് സിയാദ് വിലക്കിയെന്ന് വെച്ചാൽ മോളെ തെറ്റാണ് വെച്ചാൽ അച്ഛൻ്റെ കൂട്ടുകാർ തമ്മിലുള്ള ഇത് വെച്ചിട്ട് പറഞ്ഞു മോളെ തെറ്റാണ് ഞാൻ ചെയ്തെന്ന് പറയും. ആ ഒരു പ്രശ്നത്തിലാണ് ഈ കൊച്ച് സിയാദിൻ്റെ പേര് കേസ് കൊടുത്തത്. ഈ മിസ്സിംഗ് കേസ് വരാൻ കാര്യം ഈ സഹോദരങ്ങൾ തമ്മിലുള്ള അടിയിൽ ആൺ പയ്യൻ വീട്ടിലെ ഇറക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ കേസാണ് സംഭവം ഉണ്ടായത്. അതിനകത്ത് സിയാദിനെ ക്രൂരമായി ഇടിക്കുകയായിരുന്നു പോലീസുകാർ, ജീപ്പിലിരുത്തി ഇടിക്കുകയായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞു, കാര്യം പറഞ്ഞു എനിക്ക് വയ്യ, ഒട്ടും വയ്യ, ചുമ കാര്യങ്ങൾ വാരിയെടുക്കാൻ വയ്യ. ഇവന്മാരുടെ അടുത്ത് ഈ കേരള പോലീസിന് തന്നെ മൊത്തത്തിൽ നാണക്കേട് ഉണ്ടാക്കുന്ന ടീംസാണ് ഈ ഇങ്ങനെയുള്ള കുറെ അവന്മാര്. അപ്പൊ ഈ പല കേസുകളിലും കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ഇല്ലാണ്ടാക്കുന്ന കുറെ അവന്മാരുടെ കുറെ കേസ് ഈ അടുത്ത് തന്നെ എന്തോരം കേസുകൾ വന്നു. അപ്പൊ ഇങ്ങനെയുള്ളവന്മാരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും കാര്യം, നാട്ടുകാരൊക്കെ തല്ലാൻ വരുമ്പോഴത്തേക്കിനും അവന് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ കാണണം. എന്തിനാണ് ഇങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? അങ്ങനെയുള്ളവന്മാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും എന്നാൽ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ തല്ലിച്ചതക്കുകയും ചെയ്യുന്ന ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ, ഇവന്മാരൊക്കെ കാക്കി ഊരിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു ഗുണ്ടായിസം കാണിക്കുക. അപ്പൊ അറിയാം നാട്ടുകാരുടെ കൈയുടെ ചൂടെന്താന്നുള്ളത്. 13കാരനെ കാണാതായ പരാതിയിലാണ് ഈ സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുത്ത ശേഷം തന്നെ അന്ന് രാത്രി, അതായത് ആ 13കാരൻ വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞ ശേഷം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ഒരു തെളിവ് പോലും ഇല്ലാതെയാണ്, അതായത് ഒരു തെളിവ് പോലും ഇല്ലാതെയാണ് ഈ സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ 13കാരൻ ഈ സൗദിയുടെ പരാതിയിൽ ഈ കസ്റ്റഡിയിലെടുക്കുന്നു. പക്ഷേ അന്ന് രാത്രി തന്നെ ഈ 13കാരൻ തിരിച്ചെത്തുന്നു, സ്റ്റേഷനിലെത്തുന്നു, കാര്യങ്ങൾ പറയുന്നു. പക്ഷേ എന്നിട്ട് പോലും അതായത് പിറ്റേന്ന് രാവിലെ അത് CA വന്നാൽ മാത്രമേ അതായത് സിയാദിനെ വിടുകയുള്ളൂ ഈ പോലീസുകാർ ഉൾപ്പെടെ ഈ സിയാദിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ CA വന്നിട്ട് അവനാണ് ഫ്രഞ്ചസ് അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കായിരുന്നു. ആ പയ്യൻ തിരിച്ചെത്തി. പിന്നെ എന്തോനാണ് ആ ഒരു വ്യക്തിനെ പിന്നെ അവിടെ വെച്ചോണ്ടിരിക്കുന്നത്? അത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടല്ലോ. ഒരാള് അതിനകത്ത് ഇപ്പൊ എന്ത് പേരാണ്, മിസ്സിംഗ് കേസിലാണ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വ്യക്തി അതിനകത്ത് നിരപരാധിയാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ആ ഒരു വ്യക്തി അങ്ങോട്ടേക്ക്, അതായത് മിസ്സായേക്കുന്ന ആ ഒരു കുട്ടി പിന്നീട് അവിടെ എത്തിയ ഇത് കാര്യങ്ങളൊക്കെ കണ്ടു. എന്നിട്ടും പിറ്റേ ദിവസം CA വന്നിട്ടേ വിടാൻ പറ്റുള്ളൂ. അത് എന്തുവരെ ഗുണ്ടായുസമാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാൾക്ക് മേലെ ആരോപിക്കപ്പെട്ട കുറ്റത്തിൽ അയാൾ കുറ്റവിമുക്തനാണെന്ന് തെളിയിക്കപ്പെടുകയും അല്ലെങ്കിൽ
ആരാണോ മിസ്സായെന്ന് പറയുന്നത് അയാൾ തിരിച്ചെത്തുകയും ചെയ്തു. പിന്നെ എന്തിന്റെ പേരിലാണ് ആ ഒരു വ്യക്തിയല്ല തട്ടിക്കൊണ്ട് പോയും കാര്യങ്ങളൊക്കെ, ആ കുട്ടിക്ക് സ്വയം അങ്ങനെ തോന്നിയിട്ട് ആ കുട്ടി ഇറങ്ങി പോയേക്കുന്ന ഒരു സംഭവമാണ്, തിരിച്ചെത്തുകയും കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് പിന്നെ CI വന്നിട്ട് വിടാൻ വേണ്ടിയിട്ട് വെക്കുന്നത്? അവിടുത്തെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്കും നട്ടപ്പാതിരത്തേക്ക് ഒരുത്തിനെ വീട്ടിൽ കയറി പൊക്കിക്കൊണ്ട് പോയിട്ട് തല്ലിച്ചതച്ച് അവശനാക്കി ആ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് കാണിച്ചേക്കുന്നത് പിന്നെ അമറ പ്രൊസീജിയറും കാര്യങ്ങളും അല്ലെങ്കിൽ രീതികളൊക്കെ നല്ല ബെസ്റ്റ് ആണല്ലോ അല്ലേ? എന്താണെങ്കിലും ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ളൊരു നടപടി ഇവിടെ ഉണ്ടാവണം. ഈ ഒരു ഗുണ്ടകളും ഈ ഒരു കാക്ക് ഇട്ടുകൊണ്ട് ഈ ഒരു കേരള പോലീസ് ഈ ഒരു സേനയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെയുള്ളവന്മാരെ ഡിസ്മിസ് ചെയ്തിട്ട് ഇവന്മാർക്കെതിരെ ആ മനുഷ്യനെ തല്ലിച്ചതച്ച് ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ഓരോമാർക്കും എതിരെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. ബാക്കിയുള്ള ഏതൊരുത്തിനാണെങ്കിലും പേടിപ്പിക്കുന്ന തരത്തിലുള്ള നടപടി കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവേണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ ഇവന്മാർ ഇത് കണ്ടിന്യൂസ്ലി തുറന്നുകൊണ്ടിരിക്കും. നരഹത്യക്കാണ് ഇവന്മാർക്കെതിരെ കേസെടുക്കേണ്ടത്. ഇത് കസ്റ്റഡി മരണമാണ്. അവന്മാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് തന്നെയാണ്.